എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. പുതിയ കൂട്ടുകാരെൻ്റെ ഈ ചാനൽ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്കൊരു സ്ലിം ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. ഈ സ്ലിം ബാഗിൻ്റെ ഉള്ളിൽ ഒരുപാട് പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്ലിം ബാഗായിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പേഴ്സ് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്ലിം ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് സ്റ്റിപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേഴ്സിനൊക്കെ ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയാണ് സ്റ്റിപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ആ സെയിം അളവിൽ തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ഇഞ്ച് നീളത്തിലാണ് ഈ തുണി എടുത്തിരിക്കുന്നതെന്ന് പറയാവേ. 22 ഇഞ്ച് നീളത്തിലാണ് ഈ ഒരു തുണി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീതി വന്നിട്ട് 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 16 ഇഞ്ച് വീതി 22 ഇഞ്ച് നീളത്തിലാണ് തുണി ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റിഫ് ഒട്ടിച്ച തുണി ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് നമുക്കൊരു 4 ഇഞ്ചൊന്ന് അടയാളം ചെയ്യാം. ഇതാ 4 ഇഞ്ച് അടയാളം ചെയ്തിട്ട് ആ 4 ഇഞ്ച് അടയാളം ചെയ്തെടുത്ത് നിന്ന് നേരെ താഴോട്ട് ഒരു 7 ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുക. അവിടുന്ന് ഇതാ തിരിച്ചു ആ 4 ഇഞ്ചൊന്ന് അടയാളം ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ ഒന്ന് വരയിട്ട് കൊടുക്കുക. ഇതുപോലൊന്ന് വരയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴെ വശത്ത് ആ സ്ക്വയർ ആക്കിയ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇതാ റൗണ്ടാക്കി ഒന്ന് വരച്ച് കൊടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി ആ റൗണ്ടായിട്ട് വരച്ച് കൊടുത്ത ആ ഒരു ആകൃതിയിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കത്രി എടുത്തിട്ട് ഇതാ റൗണ്ട് വരച്ച് കൊടുത്തെടുത്ത് ഇതാ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മേളിലോട്ട് കട്ട് ചെയ്ത് വരിക. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ഇങ്ങ് എടുത്ത് വയ്ക്കുക. ഇതാ ലൈനിങ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് സ്റ്റിഫ് ഒട്ടിച്ച് നമ്മുടെ സ്ലിം ബാഗിൻ്റെ തുണി എടുത്ത് ഇതുപോലെ തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഭാഗം ഒന്ന് നമുക്കിതുപോലെ ചോക്ക് വെച്ച് അടയാളം ചെയ്യാം. അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഇതുപോലെ ഞാനിപ്പോൾ കൈ കൊണ്ട് കാണിക്കുന്ന അത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ നമ്മുടെ കൈ ഇട്ടിട്ട് ഇതൊന്ന് നല്ല വശമാക്കി എടുക്കണേ. ഇതുപോലെ പുറത്തെടുക്കുക, നല്ല വശമാക്കി എടുക്കുക. ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല വശമാക്കി എടുത്തിട്ട് ഇനി കുറച്ച് ഭാഗം അതിൻ്റെ ഓപ്പണായിട്ട് കിടക്കുന്നത് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ. ഈ സൈഡ് വഴി ഇങ്ങനെ ഒന്ന് തയ്ച്ചേക്കണം, അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനി നമുക്കൊന്ന് നല്ല വശം വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക. ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് നമുക്ക് ആ ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് അവിടെ നിന്നൊരു 4 ഇഞ്ച് ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ. 4 ഇഞ്ച് അടയാളം ചെയ്യാം. ഒരു സൈഡിൽ 4 ഇഞ്ച് അടയാളം ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് വന്നിട്ട് ആ സെയിം അളവ് തന്നെ ഒന്നും കൂടെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുക. ഇതുപോലൊരു വരയിട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നല്ല വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ആക്കുക. ഇതുപോലെ അതൊന്ന് രണ്ടാക്കുക. ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു ഷേപ്പാക്കുക. ആക്കിയിട്ട്
ഇനി നമുക്കിതിന് വള്ളി പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലിം ബാഗിൻ്റെ വള്ളിക്ക് നല്ല നീളമുണ്ട്. 52 ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് വീതിയിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വള്ളി എടുത്തിട്ട് ഇതുപോലെ ആ ഒരു സൈഡിൽ വള്ളിയുടെ തുമ്പ് വയ്ക്കുക, അടുത്ത സൈഡിൽ ഈ ഒരു സൈഡിലൂടെ വെച്ചിട്ട് അത് അങ്ങനെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കണം കേട്ടോ. ഇതുപോലെ പകുതിയായിട്ട് ഇതുപോലെ അങ്ങ് മടക്കണം. ഇങ്ങനെ മടക്കുമ്പോഴത്തേനും നമുക്കിതിന് 3 ഇതുപോലെ വരും. 3 പോക്കറ്റായിട്ട് പോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിങ്ങനെ പകുതിയായിട്ട് അങ്ങ് മടക്കുക. ഇതുപോലെ അങ്ങ് മടക്കും കേട്ടോ. മടക്കിയിട്ട് നല്ല വശത്തുനിന്ന് ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്ത് വയ്ക്കാനാണ് പോകുന്നത് കേട്ടോ. ഇതുപോലെ മടക്കിയതിൻ്റെ ശേഷം ഇപ്പം ഞാൻ ഈ കൈ കൊണ്ട് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ അവിടുന്ന് ഒരു സൈഡ് തയ്ച്ച് വെക്കണം, അടുത്ത സൈഡും നല്ല വശത്തുനിന്ന് അത്രയും ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. സ്ലിം ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു പ്രസ് ബട്ടണൊക്കെ പിടിപ്പിച്ചാൽ മതി കേട്ടോ. അത് നമ്മുടെ സൂചി വെച്ചിട്ട് നമുക്ക് തയ്ച്ച് വെക്കാനുള്ളതുള്ളൂ. അങ്ങനെ ഞാനത് പ്രസ് ബട്ടൺ 2 സൈഡിലായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലിം ബാഗിന് കുറേ പോക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓരോ പോക്കറ്റിലും ഓരോ സാധനങ്ങൾ നമുക്ക് വെക്കാം. നമ്മുടെ മൊബൈലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സ്ലിം ബാഗിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് നമ്മൾ ഈ വള്ളി പിടിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് പേഴ്സായിട്ട് വള്ളി ഇല്ലെങ്കിലും ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ആ വള്ളി എടുത്ത് അകത്തോട്ട് വെച്ചാലും നമുക്ക് പേഴ്സായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ആ വള്ളി എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് നമുക്ക് സ്ലിം ബാഗായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തൊരു സ്ലിം ബാഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലിം ബാഗ് വേണമെങ്കിൽ സ്ലിം ബാഗാക്കാം, പേഴ്സ് വേണമെങ്കിൽ ഇതേ രീതിക്ക് പേഴ്സും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ മേലാത്തവർക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാനുള്ളൂ. 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിതുപോലത്തെ ഒരു സ്ലിം ബാഗ് തയ്ച്ചെടുക്കാനായിട്ട്. ഒരുപാട് വലിയ സ്ലിം ബാഗൊന്നുമല്ല, ഒരു സ്ലിം ബാഗ് നമ്മുടെ മൊബൈലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ലിം ബാഗാണ്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലത്തെ സ്ലിം ബാഗ് തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് പോക്കറ്റൊക്കെ വരുന്നതാണ്. ഇനിയിപ്പോൾ സ്ലിം ബാഗ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സായിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.